പശ്ചാത്തലത്തിൽ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഔലാദ് അൽ മുഹല്ലബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മക്കൾ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വളരെ അഹങ്കാരത്തോടുകൂടെ നടന്നപ്പോ, വലിയ അഹങ്കാരത്തിന്റെ വസ്ത്രമിട്ട് നടന്നപ്പോ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നടത്തമൊന്നും നിനക്ക് യോജിച്ചതല്ല മോനെ, നീ ഇങ്ങനെ ചെയ്യല്ലേ. ലൗ തറക്ത ഹാദിഹിൽ ഖുയലാ, ഈ അഹങ്കാരത്തെ നിർത്തിക്കൂടെ, എന്നാൽ നിനക്കിത് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആ മോൻ ചോദിച്ചു, മുഹല്ലബ് എന്നവരുടെ മകൻ ചോദിച്ചു, അല്ല അവലാ തഅരിഫുനി, എന്നെ നിങ്ങൾക്കറിയൂലേ എന്ന് ചോദിച്ചു. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. അവ്വലുക നുത്ഫത്തുൻ മദിറ വആഖിറുക ജീഫത്തുൻ ഖദിറ വഅൻത ഫീമാ ബൈനഹുമാ തഹ്മിലുൽ അദറ എന്ന് പറഞ്ഞപ്പോ അറബി തിരിയുന്ന ആളല്ലേ, തല താഴ്ത്തിയിട്ടങ്ങ് പോയി. നീ ആരാണെന്ന് എനിക്കറിയാം നിന്നെ ചോദിക്കുന്നത്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അവ്വലുക നുത്ഫത്തുൻ മദിറ, നിന്റെ ആദ്യം എന്ന് പറയുന്നത് വെറുക്കപ്പെടുന്ന ഒരുതരം ജലത്തുള്ളിയാണ്, നുത്ഫയാണ്, ശുക്ലമാണ് നീ എന്ന് പറയുന്നത്. അതിന്റെ അവസാനമോ ജീഫത്തുൻ മദിറ, ജീഫത്തുൻ ഖദിറ, ശവമായി കിടന്നാൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള ഒരു ശരീരം മനുഷ്യന്റേതാണ്, നിന്റെ അന്ത്യം അതാണ്. വഅൻത ഫീമാ ബൈനഹുമാ തഹ്മിലുൽ അദറ, അതിന്റെ ഇടയിൽ നീ കൊണ്ടു നടക്കുന്നത് വിസർജ്യമാണ് നിന്റെ വയറ്റിന്റെ ഉള്ളിൽ. ഇതാണ് നീ എന്ന് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വയറ്റിൽ പോയാലേ മനുഷ്യന് ബെഡിലായി പോകും. അപ്പോ ഒരൽപ്പം വിസർജ്യം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ സ്റ്റോക്കാണെന്നാണ്. അതുകൊണ്ടാണ് ഇമാം അങ്ങനെ പറഞ്ഞു, ഇതിന്റെ ഇടയിൽ നിന്റെ തുടക്കം ഇതാണ്, നിന്റെ ആദ്യം ഇതാണ്, ഇതിന്റെ ഇടയിൽ ഈ വിസർജ്യവും പേര് നടക്കുന്ന ആളല്ലേ നീ, എനിക്ക് നിന്നെ ശരിക്കറിഞ്ഞു എന്ന് പറഞ്ഞു മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു. പറഞ്ഞില്ലേ, ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്, ഹാർട്ടിന്റെ എന്ത് കുഴപ്പം കണ്ടാലും അപ്പൊ ചികിത്സ കൊടുക്കും. അതങ്ങ് പറഞ്ഞപ്പോഴേക്കും തല താഴ്ത്തി വളരെ വിനയത്തോടുകൂടെ നടന്നുപോയി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ ഇതൊക്കെ ആലിമീങ്ങൾ തിരുത്തു കൊടുക്കുകയാണ്. ആരും അങ്ങനത്തെ അത്തരം പൊങ്ങച്ചത്തിന്റെ വാക്കുകൾ പറയാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹജ്ജാജ് ഇബ്നു അർത്തഅ എന്ന് പറയുന്ന ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന വേറെ ഒരു അഹങ്കാരി ഉണ്ടായിരുന്നു, ഹജ്ജാജ് ഇബ്നു അർത്തഅ. അദ്ദേഹം പൊതുജനങ്ങളൊക്കെ സംബന്ധിക്കുന്ന പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് വരില്ല. അപ്പൊ ചോദിച്ചു, മാലക ലാ തഹ്ദുറുൽ ജമാഅ. ഹജ്ജാജ് ഇബ്നു അർത്തഅ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അല്ല, ഹജ്ജാജ് ഇബ്നു അർത്തഅ എന്ന് പറയുന്ന പിൻഗാമികളിൽ ജീവിച്ചുപോയ അറിയപ്പെടുന്ന ഒരു മുതക്കബ്ബിറായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും നിസ്കാരത്തിന് വരാത്തത്? അഖാഫു വഅക്റഹു അൻ യുസാഹിമനി അൽ ബഖാലൂൻ, ഈ ബഖാലക്കാരൊക്കെ വന്ന് തിരക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. ബഖാലക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസറി നടത്തുന്ന ഷോപ്പേരുന്നല്ലേ, അങ്ങാടിക്കാര് എന്ന് പറഞ്ഞാൽ സാധാരണക്കാര്, ഈ കർഷകന്മാരായ ആളുകൾ, അവരൊക്കെ വന്ന് ഞങ്ങൾ VIP-കളായ ആളുകളൊക്കെ വന്ന് തിക്കും തിരക്കൊക്കെ വരൂലേ, അതുകൊണ്ട് ഞാൻ വരാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആലിമീങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ അത് കാണുക. ഹാറൂൺ റഷീദിനെ സംബന്ധിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നപ്പോ മഹാനായ ഒരു പണ്ഡിതനോട് അദ്ദേഹം സാരോപദേശം ചോദിച്ചപ്പോ പറഞ്ഞു, ഹാറൂൺ റഷീദ്, നിങ്ങൾ ലാ തഹ്ദുറുൽ ജമാഅ, ജമാഅത്തിന് പൊതുസമൂഹത്തിന്റെ കൂടെ നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ല എന്ന് കേട്ടുവല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെയോ, അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ടല്ലേ, ഞാൻ തിരുത്തിക്കോളാന്ന് പറഞ്ഞു. ഫബന മസ്ജിദൻ ബിഖുർബി ദാരിഹി, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തൊരു വലിയ പള്ളി ഉണ്ടാക്കുകയും ഇത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വരാനുള്ള പള്ളിയാണെന്ന് പറയുകയും ചെയ്ത് പിന്നെ അവിടെ സ്ഥിരം നിസ്കാരത്തിന് തീരുന്നു ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഭരണാധികാരി. മസ്റൂർ ഇബ്നു ഹിന്ദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരാളോട് പറഞ്ഞു, അതഅരിഫുനി, നിനക്ക് എന്നെ അറിയോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ പരിചയമില്ലാത്ത ആളുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ എന്നെ അറിയോ ചോദിക്കുന്ന ഒരു സ്വഭാവക്കാർ കാണാൻ പറ്റും. അപ്പൊ അത് ചെയ്യരുതെന്ന് പറയാനായി പറയുന്നത്. മസ്റൂഖ് ഇബ്നു ഹിന്ദ്, അദ്ദേഹം ഒരാളെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അറിയില്ല, ഉണ്ടാവുമല്ലോ, അന മസ്റൂഖ് ഇബ്നു ഹിന്ദ്, ഞാൻ മസ്റൂഖ് ഇബ്നു ഹിന്ദാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണല്ലേ, എനിക്കറിഞ്ഞിരുന്നില്ല. ചന്ദ്രനെ കുറിച്ച് അറിയാത്ത ആൾക്ക് നാശമേ സങ്കടമേ എന്ന് പറഞ്ഞു. ഞാൻ വലിയ ആളായിട്ട് ഇന്നതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരിക്കലും ഒരു പദപ്രയോഗം പറഞ്ഞേ, എന്നെ അറിയോ, ഞാൻ പിന്നെ മറ്റേ മണ്ഡലത്തിന്റെ
സെക്രട്ടറിയാണ്, ഞാൻ ഖജാൻജിയായിട്ട് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ തെരഞ്ഞെടുത്ത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊന്നും പരിചയപ്പെടുത്തരുത്. ഒരു മനുഷ്യന്റെ സ്ഥാനമാനങ്ങൾ അത് എന്താണെങ്കിലും, സുന്നി സെന്ററിനാണെങ്കിലും, KMCC ഭാരവാഹിത്താണെങ്കിലും, SKSF ഭാരവാഹിത്താണെങ്കിലും, എന്തിന്റേതാണെങ്കിലും ഒരാളെ പരിചയപ്പെടുന്ന നേരത്ത് അങ്ങനെ പറഞ്ഞു. മിനിമം ആരാ നിങ്ങൾ പേര് പറഞ്ഞു കൊടുക്കുന്ന ആളാ. ചോദ്യത്തിന് മറുപടിയെ പറയേണ്ടതുള്ളൂ. ഇന്നറി ഞാൻ ഇന്നാള്, പിന്നെ കഴിഞ്ഞ വർഷം മുമ്പത്തെ ഞാൻ പഴയ കമ്മിറ്റിന്റെ ഇന്നാളെന്ന് ഇപ്പൊ പുതിയ കമ്മിറ്റിയിൽ ഇന്നതാണ്. ഇതൊക്കെ ഒരുതരം അഹങ്കാരമാണ്, ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ചന്ദ്രനെ പറ്റി അറിയില്ലേ നിനക്ക്, പൂർണ്ണചന്ദ്രനെ പറ്റി നിനക്കറിയ, നിന്റെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ മസ്റൂർ ഹിന്ദിന്റെ ആ ഒരു അനുഭവം ഒരു മുസ്ലിമിനും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും ആരും ഇഷ്ടപ്പെടില്ല. നല്ല സുഹൃത്തുക്കൾ പോലും ഇവർക്ക് ഉണ്ടാവില്ല. അതാ ഏറ്റവും വലിയ അപകടം. നല്ലൊരു കൂട്ടുകാരുടെ കൂടെ നിൽക്കില്ല, പൊതുസമൂഹം ഇഷ്ടപ്പെടില്ല, വീട്ടുകാരിഷ്ടപ്പെടില്ല, നാട്ടുകാരിഷ്ടപ്പെടില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ വെറുക്കാൻ തുടങ്ങിയാൽ ആ വെറുപ്പ് ആകാശലോകത്ത് വെറുപ്പിന്റെ അടയാളമാണെന്നാണ്.